ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാൽ ശരിക്കുള്ള കിണ്ണത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റും അതേ രുചിയും എല്ലാം കിട്ടും. നമ്മൾക്ക് ചോറ് വേസ്റ്റും ആവത്തില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ബാക്കി വന്ന ചോറ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ആർക്കും മനസ്സിലാവത്തുമില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. നമ്മളെടുക്കുന്ന ശർക്കരയുടെ കളറാണ് കിണ്ണത്തപ്പത്തിന് ഉണ്ടാവുക. അപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുത്താൽ നല്ല കളർ കിട്ടും. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് മുറിക്കുന്നത് കണ്ടാലേ അറിയാം, നല്ല സോഫ്റ്റാണ്. അതേസമയം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പാണ് ഉണ്ടാക്കാറ്. അതുണ്ടാക്കിയെടുക്കാൻ കുറച്ചധികം സമയമെടുക്കും. എന്നാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വെറും അരമണിക്കൂർ മാത്രം മതി. ഇവിടെ പറയുന്ന അതേ ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ചോറ് വെച്ച് എങ്ങനെയാണ് ഈസി ആയിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അതിനായിട്ട് 400 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം നല്ലപോലെ മെൽട്ടായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതരിക്കാതെ നേരിട്ട് അതിനകത്തോട്ട് ഒഴിക്കരുത്. കാരണം ഇതിനകത്ത് ചിലപ്പോൾ തരികളും മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശർക്കര എപ്പോഴും ഉരുക്കിക്കഴിഞ്ഞാൽ ചൂടോടെ തന്നെ അരിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് അരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി കിണ്ണത്തപ്പത്തിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് വേണ്ടത്. സാധാരണ നട്ട്സ് ഇടാറില്ല, കടലപ്പരിപ്പാണ് ഇതിനകത്തോട്ട് ഇടാറ്. ഇത് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. ഒരു 80% ഒക്കെ കുക്കായാൽ മതി. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം ഇത് വേവാനായിട്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പോലെ വേണം വേവിക്കാനായിട്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് 2 കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചോറ് വെച്ചുണ്ടാക്കുന്ന കിണ്ണത്തപ്പാണ്. ഇതിനകത്തോട്ട് 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് കിണ്ണത്തപ്പത്തിന് പ്രത്യേക ടേസ്റ്റ് വരിക. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറുത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം എല്ലാം കൂടെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ശർക്കര നീരും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്കിത് കിട്ടാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ അരച്ചെടുത്തതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങി. ചെറുതായിട്ടിത് കുറുകി വരാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ കുറുകി വരാൻ തുടങ്ങി. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരുമാതിരി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഒരുമാതിരിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനിയും പെട്ടെന്ന് തന്നെ ഇപ്പം ആയിക്കിട്ടും. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്. ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടണം. ആ രീതിയിൽ വേണം ഇത് വേവിക്കാനായിട്ട്. ഇതിനകത്തോട്ട് നമ്മൾ നട്ട്സ് നോർമലി ചേർക്കാറില്ല, കടലപ്പരിപ്പ് തന്നെയാണ് ചേർക്കാറ്. ഇപ്പോൾ ഇതിവിടെ ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ പരുവായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. നെയ്യ് ചേർത്ത കാരണമാണ് ഇതുപോലെ ഗ്ലേസിംഗ് ഒക്കെ വരുന്നത്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നേരത്തെ നെയ്യ് പുരട്ടി വെച്ച ഒരു പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റി കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ഇപ്പം ഞാനിവിടെ പ്ലേറ്റ് അല്ല, വേറൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നെയ്യ് ആദ്യമേ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് പുരട്ടുക. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്തെടുക്കാനും പറ്റും. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എയർ ബബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ചൂടോടെ ഇത് ഒരിക്കലും മുറിക്കരുത്. നന്നായി തണുത്തതിന് ശേഷം മാത്രം മുറിക്കുക. ഇത് രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മുറിച്ചാൽ മതി. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മുറിക്കുക. ഇപ്പോൾ ഞാനിവിടെ രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് മുറിക്കുന്നത് കണ്ടാലേ അറിയാം ഭയങ്കര സോഫ്റ്റാന്നുള്ളത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ചോറ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയത്തില്ല. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. പിന്നെ ഇതിനകത്തോട്ട് ശർക്കര എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുക. എന്നാലാണ് കിണ്ണത്തപ്പത്തിന് നല്ല ഡാർക്ക് കളർ വരിക. ഞാനിവിടെ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കളർ വന്നിട്ടുള്ളത്. മറയൂർ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കിണ്ണത്തപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് തന്നെയുണ്ട്. അതുകൊണ്ട് അതാരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും അതൊന്ന് ചേർത്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നട്ട്സിനേക്കാളും നല്ലത് കടലപ്പരിപ്പ് തന്നെയാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിലും പരത്തിയെടുക്കാം. അതാണ് ഞാൻ അടുത്തത് കാണിക്കുന്നത്. പ്ലേറ്റ് ഇതേപോലെ തന്നെ നെയ്മയം പുരട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മളുണ്ടാക്കിയ കിണ്ണത്തപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാനിത് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് പ്ലേറ്റിലും കൂടെ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. രണ്ടിലും ഇത് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെയും പിന്നെയും അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിനകത്ത് നെയ്യിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. എന്നാൽ നെയ്യ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുക. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നെയ്യ് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.